ഇന്ത്യയുമായി യുദ്ധ കാഹളം മുഴക്കി ബംഗ്ലാദേശ് വിഷം ചീറ്റുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയെ ആക്രമിക്കും, വടക്കുകിഴക്കൻ പ്രദേശം പിടിച്ചെടുക്കാൻ ഇന്ത്യ വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കും എന്നതാണ് ഇപ്പോൾ വിരമിച്ച കേണൽ അബ്ദുൾ ഹക്ക് നടത്തിയിരിക്കുന്ന ആഹ്വാനം എന്നതാണ് ഏറ്റവും ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ പാകിസ്ഥാന് പുറമെ തന്നെ ബംഗ്ലാദേശും സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള വഴികൾ തേടിയിരിക്കുകയാണ്. ഇതിനു മുൻപും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശം പിടിച്ചെടുക്കുമെന്ന് മുറവിളി കൂട്ടി ചില ശത്രു രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഈ പ്രദേശം കൈവശപ്പെടുത്താൻ ചൈനയെ പരോക്ഷമായി തന്നെ ക്ഷണിച്ച മുഹമ്മദ് യൂനസിന്റെ പ്രസ്താവനയെ ഹക്കിന്റെ ആഹ്വാനം പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശം ബംഗ്ലാദേശിന്റെ ഭാഗമായി കാണിക്കുന്ന ഒരു ഭൂപടത്തിന്റെ ഫോട്ടോ യൂനസ് ഒരു മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥന് പരസ്യമായി തന്നെ സമ്മാനിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയെ പല കഷ്ണങ്ങളായി തന്നെ വിഭജിക്കുന്നതുവരെ ബംഗ്ലാദേശിൽ പൂർണ്ണ സമാധാനം വരില്ല എന്ന് ബംഗ്ലാദേശ് ആർമിയുടെ മുൻ ജനറലായ അബ്ദുല്ലാഹി അമീൻ അസ്മി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അബ്ദുല്ലാഹി അമീൻ അസ്മിയുടെ പിതാവ് ഇന്ത്യ വിരുദ്ധ ജമാഅത്തെ ഇസ്ലാമിയുടെ തലവനായിരുന്നു. 1971 വിമോചന യുദ്ധത്തിൽ ഹിന്ദുക്കളെയും സ്വതന്ത്ര അനുകൂല ബംഗാളികളെയും ഒക്കെ തന്നെ കൂട്ടക്കൊല ചെയ്തതിന് ഇയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രത്യയശാസ്ത്രം, അതായത് ഈ ഒരു പ്രത്യയശാസ്ത്രമാണ് അമൻ അംസിയെ ഇന്ത്യക്കെതിരെയുള്ള വിദ്വേഷ ഭാഷ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ബംഗ്ലാദേശ് ആർമിയിൽ നിന്ന് വിരമിച്ച കേണൽ അബ്ദുൾ ഹക്ക് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണക്കാരനായി തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വിരമിച്ച ശേഷം ഇയാൾ പാകിസ്ഥാൻ അനുകൂല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെയും അബ്ദുൾ ഹക്ക് ആകട്ടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കേണൽ അബ്ദുൾ ഹക്ക് 2023 സെപ്റ്റംബറിൽ ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിൽ തന്നെ ചേരുകയാണ് ഉണ്ടായത്. ബി എൻ പിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ തന്നെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഏറെക്കുറെ തന്നെ ഇതിൽ സമാനമാണ്. രണ്ട് ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെ ഏർപ്പെടുകയും അതേപോലെ തന്നെ ഈ കാലയളവിലെല്ലാം തന്നെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് കേണൽ അബ്ദുൾ ഹക്ക് ആകട്ടെ ഈ പ്രത്യയശാസ്ത്രത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം നിലവിൽ സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വിഷം ചീറ്റുന്ന വാർത്തകളുമായി തന്നെ ഈ സൈനിക മേധാവികൾ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥർ രംഗത്ത് വരുന്നത്. ഈ സാഹചര്യത്തിൽ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ വിവാദ പ്രസ്താവന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശ് ആർമിയിലെ വിരമിച്ച ബ്രിഗേഡിയർ ജനറലായ അബ്ദുൽ അമാൻ അസ്മിയെ അടുത്തിടെ തന്നെ ഇന്ത്യക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് അഴിച്ചുവിട്ടത്. ഇന്ത്യയെ ഛിന്നഭിന്നമാക്കുന്നതുവരെ തന്നെ ബംഗ്ലാദേശിൽ സമാധാനം അസാധ്യമാകുമെന്നും ഒരു ഓൺലൈൻ ചർച്ചയ്ക്കിടെ തന്നെ ഉയർന്നു വന്ന ഈ ഒരു പ്രസ്താവന വ്യാപകമായ മാധ്യമ ശ്രദ്ധകൾ നേടുകയും ചെയ്തു. തന്റെ പ്രസ്താവനയിലൂടെ തന്നെ അസ്മി ആകട്ടെ മുൻപ് വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഹിന്ദുക്കളെയും ബംഗാളി സ്വതന്ത്ര അനുകൂലികളെയും കൂട്ടക്കൊല ചെയ്തതിൽ നിന്ന് അവർക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മുൻ ജമാഅത്തെ ഇസ്ലാമി മേധാവി ഗുലാം ആസ്മിന്റെ മകൻ കൂടിയാണ് ഈ പറയുന്ന വ്യക്തി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.